മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനനപ്പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ സർവശക്തനായ ദൈവത്തിൻ്റെ അനന്തമായ അനുഗ്രഹങ്ങൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ നിങ്ങൾക്കേവർക്കും, കുടുംബങ്ങൾക്കും, കൂട്ടായ്മയ്ക്കും, സഭയ്ക്കും, സമൂഹത്തിനും, രാഷ്ട്രത്തിനും ദൈവം സമൃദ്ധമായി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സെപ്റ്റംബർ 8 പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനനപ്പെരുന്നാൾ നാം ആഘോഷിക്കുകയാണ്. മറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാൾ ഡിസംബർ 8 ആചരിക്കുന്നതിനോട് അനുബന്ധിച്ചാണ് സഭയിൽ സെപ്റ്റംബർ 8 അമ്മയുടെ ജനനത്തിരുനാളായി ആചരിച്ചു തുടങ്ങിയത്. വിശുദ്ധ അന്നയുടെ ഉദരത്തിൽ അമലോത്ഭവയായ മറിയം രൂപമെടുത്ത ഡിസംബർ 8 ശേഷം 9 മാസം കഴിഞ്ഞ് മറിയം ജനിച്ചു എന്ന യുക്തിയാണ് ഈ തീയതി നിർണയിക്കലിന് പിന്നിലുള്ളത്. പരിശുദ്ധ കന്യകാമറിയാമിൻ്റെ ജനനത്തെക്കുറിച്ച് അംഗീകൃത സുവിശേഷങ്ങളിൽ പരാമർശങ്ങളൊന്നുമില്ല എന്ന് നമുക്കറിയാം. എന്നാൽ യാക്കോബിൻ്റെ അപ്പോക്രിഫ സുവിശേഷത്തിൽ അതേക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. യോവാക്കീമും അന്നയുമാണ് മറിയത്തിൻ്റെ മാതാപിതാക്കൾ. അവരുടെ നിരന്തരമായ പ്രാർത്ഥനയുടെയും ദീർഘമായ കാത്തിരിപ്പിൻ്റെയും ഫലമായാണ് മറിയം ജനിച്ചത്. യോവാക്കീം ധനികനും ധർമ്മിഷ്ഠനുമായിരുന്നു. കർത്താവിൻ്റെ ദിനത്തിൽ കാഴ്ചയർപ്പണത്തിന് വന്നപ്പോൾ മക്കളില്ലാത്തവർ ആദ്യം കാഴ്ചയർപ്പിക്കുന്നത് ഉചിതമല്ല എന്ന ജനത്തിൻ്റെ പരാമർശം അദ്ദേഹത്തിൽ വളരെ ദുഃഖമുളവാക്കി. അങ്ങനെ യോവാക്കീം മരുഭൂമിയിൽ പോയി 40 ദിനരാത്രങ്ങൾ പ്രാർത്ഥനയിൽ ചിലവഴിച്ചു. കർത്താവ് എന്നെ സന്ദർശിക്കുന്നതുവരെ ഞാൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്യില്ല, പ്രാർത്ഥനയായിരിക്കും എൻ്റെ ഭക്ഷണവും പാനീയവും എന്ന് യോവാക്കീം ആത്മഗതം ചെയ്തു. 40-ാം ദിവസം കർത്താവിൻ്റെ ദൂതൻ യോവാക്കീമിന് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു, യോവാക്കീം, ദൈവമായ കർത്താവ് നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. വീട്ടിലേക്ക് മടങ്ങുക, നിൻ്റെ ഭാര്യ ഗർഭം ധരിക്കും. ദീർഘനാളായി അന്നയും ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെ ദൈവമേ, ഞങ്ങളുടെ അമ്മയായ സാറായുടെ ഉദരത്തെ അനുഗ്രഹിച്ച് ഇസഹാക്ക് എന്ന പുത്രനെ നൽകിയതുപോലെ എൻ്റെ ഉദരത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അന്നയ്ക്ക് പ്രത്യക്ഷപ്പെടുകയും, കർത്താവ് നിൻ്റെ പ്രാർത്ഥന ശ്രവിച്ചിരിക്കുന്നു, നീ ഗർഭം ധരിച്ച ഒരു കുഞ്ഞിനെ പ്രസവിക്കും, നിൻ്റെ സന്തതിയെ ലോകം മുഴുവൻ അറിയും എന്നറിയിക്കുകയും ചെയ്തു. കാലത്തിൻ്റെ പൂർണ്ണതയിൽ ഒരു പെൺകുഞ്ഞ് പിറന്നപ്പോൾ അന്ന ആഹ്ലാദത്തോടെ ഇപ്രകാരം പറഞ്ഞു, എൻ്റെ അപമാനം കർത്താവ് നീക്കിയിരുന്നു, അവിടുന്ന് എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, അവിടുത്തേക്ക് സ്തുതി. ശുദ്ധീകരണത്തിനുള്ള ദിനങ്ങൾ തികഞ്ഞപ്പോൾ ദേവാലയത്തിലെത്തി ശുദ്ധീകരണ കർമ്മം നടത്തി കുഞ്ഞിന് മറിയം എന്ന് പേരിട്ടു. മറിയത്തിൻ്റെ 3-ാം പിറന്നാളിൽ യോവാക്കീം അവളെ ദേവാലയത്തിൽ സമർപ്പിച്ചു. ദൈവം തൻ്റെ വലിയ പദ്ധതിയുടെ ഭാഗമാകുവാൻ മറിയത്തെ ജനനത്തിന് മുമ്പേ ഒരുക്കുകയായിരുന്നു. കുഞ്ഞിനെ കരങ്ങളിൽ വഹിച്ച് പുരോഹിതർ ഇപ്രകാരം പ്രാർത്ഥിച്ചു, എല്ലാ ജനപദങ്ങൾക്കുമിടയിൽ ദൈവം നിൻ്റെ നാമം മഹത്വീകരിച്ചിരിക്കുന്നു. സമയത്തിൻ്റെ പൂർണ്ണതയിൽ നിന്നിലൂടെ ദൈവം തൻ്റെ രക്ഷ ഇസ്രായേൽ മക്കൾക്ക് വെളിപ്പെടുത്തും. അതിനുശേഷം വിവാഹിതയാകുന്നതുവരെ മറിയം ദേവാലയത്തിൽ കഴിഞ്ഞു. മാതാപിതാക്കളുടെയും ദേവാലയത്തിൽ ശുശ്രൂഷകരുടെയും ശിക്ഷണത്തിൽ വളർന്ന മറിയം
ദൈവത്തിൻ്റെ അമ്മയാകുവാനുള്ള പക്വതയിലേക്ക് ഒരുക്കപ്പെട്ടു. 12-ാം വയസ്സിൽ മറിയത്തെ യൗസേപ്പിന് വിവാഹം ചെയ്തു കൊടുത്തു. പിന്നീടുള്ള മറിയത്തിൻ്റെ ജീവിതം ലോകത്തിൻ്റെ അമ്മയാകുവാനുള്ള ഒരുക്കമായിരുന്നു. മറിയത്തിൻ്റെ ജീവിതയാത്രയിൽ സംഭവിച്ച സഹനങ്ങളിലൂടെ സമാന സഹനങ്ങൾ നീറുന്ന മനുഷ്യകുലത്തിൻ്റെ മുഴുവനും അമ്മയായി മറിയം കുരിശിൻ ചുവട്ടിൽ വെച്ച് ഉയർത്തപ്പെട്ടു. ഈശോയുടെ അമ്മ നമ്മുടെയും അമ്മയായതുകൊണ്ട് പരിശുദ്ധ അമ്മയെ ബഹുമാനിക്കുന്നതും അവളുടെ ജനനത്തിരുന്നാൾ ആഘോഷിക്കുന്നതും ഉചിതമാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായം 34-ാം വാക്യം പറയുന്നത് പോലെ, പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ വൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു. 6-ാം നൂറ്റാണ്ട് മുതൽക്കേ പൗരസ്ത്യ സഭയിൽ മറിയത്തിൻ്റെ ജനനപ്പെരുന്നാൾ ആഘോഷിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ കത്തോലിക്ക സഭ 3 പേരുടെ ജനന തിരുനാളുകൾ മാത്രമാണ് ആഘോഷിക്കുന്നത്. യേശുവിൻ്റെ, മറിയത്തിൻ്റെ, സ്നാപയോഹന്നാൻ്റെ. രക്ഷാകര ചരിത്രത്തിൽ മറിയത്തിന് സ്നാപയോഹന്നാനും ഉള്ള പ്രാധാന്യം കണക്കിലെടുത്താണ് യേശുവിനൊപ്പം ഇവരുടെ ജന്മദിനം സഭ ആഘോഷിക്കുന്നത്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ വിശുദ്ധ കുർബാനയിലെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് പരിശുദ്ധ മറിയത്തെയും സ്നാപയോഹന്നാനെയും അനുസ്മരിച്ചുകൊണ്ടാണെന്നത് ഇവർക്കുള്ള പ്രാധാന്യം എത്രമാത്രം എന്ന് സഭ പഠിപ്പിക്കുന്നു. രക്ഷകനെക്കുറിച്ച് ദൈവം നൽകിയ വാഗ്ദാനം ഇതാ പൂർത്തീകരിക്കപ്പെടുവാൻ പോകുന്നു എന്നതിൻ്റെ അടയാളമായിരുന്നു മറിയത്തിൻ്റെ പിറവി. അങ്ങനെ ഒരു സ്ത്രീ മുഖാന്തരം പാപവും, ആദ്യ ഹൗവ വഴി, രണ്ടാമത്തെ ഹൗവായാൽ രക്ഷയും പരിശുദ്ധ മറിയത്തിലൂടെ മനുഷ്യകുലത്തിന് കൈവന്നു. പാപാന്ധകാരത്തെ ലോകത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യുന്ന നീതിസൂര്യനായ യേശുവിൻ്റെ പിറവി ആസന്നമായി എന്ന സത്യമാണ് മറിയത്തിൻ്റെ പിറവി ഉദ്ഘോഷിക്കുന്നത്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള പ്രഭാത നക്ഷത്രമായി സഭാപിതാക്കന്മാർ മറിയത്തെ വിശേഷിപ്പിക്കുന്നു. നിത്യജീവൻ നൽകുന്ന നീതിസൂര്യനായ യേശു കടന്നു വരുന്നു എന്നതാണ് പ്രഭാത നക്ഷത്രമായ മറിയം നമ്മോട് പറയുന്നത്. രക്ഷകൻ്റെ മാതാവാകുവാൻ മറിയത്തെ മുൻകൂട്ടി ഒരുക്കിയ ദൈവം തൻ്റെ പുത്രന് യോഗ്യയായ അമ്മയാകുവാൻ ജന്മപാപത്തിൽ നിന്നും കർമ്മപാപത്തിൽ നിന്നും അവളെ വിമുക്തയാക്കി. തൻ്റെ കൃപയാൽ അവിടുന്ന് അവളെ നിറച്ചു. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, ലൂക്ക 1:28 എന്ന് ഗബ്രിയേൽ ദൂതൻ മറിയത്തെ അഭിസംബോധന ചെയ്തതിൻ്റെ പൊരുൾ അതാണ്. പരിശുദ്ധ കന്യക മറിയം ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് ആദിയിലുണ്ടായിരുന്ന വചനത്തെ ഏറ്റുവാങ്ങിയതിനാൽ നന്മ നിറഞ്ഞവളായി. നന്മയെ തന്നെ ലോകത്തിന് നൽകുവാൻ സാധിച്ചത് നന്മയുടെ നിറകുടം ആയതിനാലാണ്. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ആ ശിശു ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും എന്ന യേശയ്യാ പ്രവാചകൻ്റെ പ്രവചനം മറിയത്തിൽ പൂർത്തിയാവുകയായിരുന്നു. അരുളി ചെയ്തത് നിവർത്തിയാകുമെന്ന് വിശ്വസിച്ചു എന്നതാണ് മറിയത്തിൻ്റെ ജീവിതത്തിൻ്റെ അനന്യത. തന്നെ തേടി വന്ന ദൈവവിളി വിശ്വസ്തയോടെ ദൈവം സ്വീകരിച്ചു. തൻ്റെ ജീവിതത്തെ അതിനായി സമർപ്പിച്ചു. ഗബ്രിയേൽ ദൂതൻ്റെ അഭിവാദനത്തിന് മുമ്പ് അതിൽ പതറിപ്പോകാമെങ്കിലും തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറയുവാൻ സാധിച്ചത് മാതാപിതാക്കളിൽ നിന്ന് മറിയം ആർജിച്ചെടുത്ത ദൈവത്തിലുള്ള പരമമായ വിശ്വാസവും ആശ്രയവുമാണ്. ലൂക്കാ സുവിശേഷകൻ 11-ാം അധ്യായം 27-28 വാക്യങ്ങളിൽ
നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ എന്നൊരു സ്ത്രീ കർത്താവിനോട് വിളിച്ചു പറയുന്നുണ്ട്. ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ എന്ന് യേശു പ്രത്യുച്ചരിച്ചു. യേശുവിൻ്റെ ഈ പ്രഖ്യാപനം ആ സ്ത്രീ ഉദ്ഘോഷിച്ച അമ്മയുടെ ഭാഗ്യത്തെ നിഷേധിക്കുന്നതല്ല, മറിച്ച് വചനപാലനത്തിൻ്റെ മഹത്തായ ഭാഗ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തികൾ കണ്ട് അവൻ്റെ പക്ഷം ചേരുകയും അവൻ പറയുന്ന ദൈവവചനം കേട്ട് അനുസരിക്കുകയും ചെയ്യുന്നവരുടെ സൗഭാഗ്യം ഈ തിരുവചന ഭാഗം ചൂണ്ടിക്കാണിക്കുന്നു. വചനം കേട്ട് അനുസരിച്ച് കൂടുതൽ ഭാഗ്യവതിയായാണ് പരിശുദ്ധ മറിയം മാറുന്നത്. ലൂക്കാ 11:27-28 രണ്ട് ഭാഗ്യങ്ങൾ പ്രസ്താവിച്ചിട്ടുണ്ട്. ഒന്ന്, ഇത്രയും നന്മയുള്ള മകനെ ഗർഭം ധരിക്കുവാനും പാലൂട്ടി വളർത്തുവാനും ഇടയായ അമ്മയുടെ ഭാഗ്യം. ഇതാ ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതിയെന്ന് പ്രകീർത്തിക്കുമെന്ന് മറിയം പ്രവചിച്ചതിൻ്റെ ലൂക്കാ 1:48 പൂർത്തീകരണം സ്ത്രീയുടെ സ്തുതിപ്പിലുണ്ട്. 2, ദൈവവചനം കേട്ട് പാലിക്കുന്നത് മൂലമുള്ള ഭാഗ്യം. ഇതാണ് ശ്രേഷ്ഠമായ ഭാഗ്യം. നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് ദൂതനോട് പറഞ്ഞ മറിയത്തിൻ്റെ ആ ഒരു ശൈലിയാണ് എലിസബത്ത് ഭാഗ്യവതിയെന്ന് പ്രകീർത്തിക്കുവാൻ കാരണമായത്. രക്ഷകനെ ഉദരത്തിൽ വഹിച്ച് അവന് പാല് കൊടുത്ത് അങ്ങനെ ശാരീരിക ബന്ധം മാത്രം ആധാരമാക്കി അവളുടെ ഭാഗ്യം വിലയിരുത്തരുത്. ദൈവവചനം കേട്ട് പാലിച്ചു എന്നതാണ് മറിയത്തിൻ്റെ ശ്രേഷ്ഠ ഭാഗ്യം. ഒന്നാമത്തെ ഭാഗ്യം രണ്ടാമത്തേത് പൂർത്തിയാക്കുന്നു. ദൈവത്തിൻ്റെ പൂർണ്ണത മുഴുവൻ ശാരീരികമായി ആരിൽ വസിക്കുന്നുവോ അവനെ ഗർഭം ധരിക്കുവാനാണ് മറിയം ക്ഷണിക്കപ്പെട്ടത്. ഒരേ സമയം കന്യകയും ദൈവമാതാവുമായ മറിയം സഭയുടെ പ്രതീകവും അത്യുത്തമ സാക്ഷാത്കാരവുമാണ്. വിശുദ്ധ അൽഫോൺസ് ലിഗോരി പറഞ്ഞിട്ടുണ്ട്, ദൈവം ഈ ലോകത്തിൽ വെച്ച് സൃഷ്ടിച്ചിട്ടുള്ള ആത്മാക്കളിൽ ഏറ്റവും മനോഹരമായ ആത്മാവ് പരിശുദ്ധ മറിയത്തിൻ്റെ ആത്മാവാണ്. ദൈവം ഈ ലോകത്തിൽ ചെയ്തിരിക്കുന്ന പ്രവൃത്തികളിൽ വെച്ച് ഏറ്റവും പരിപൂർണമായതും ദൈവത്തിന് ഏറ്റവും അനുയോജ്യവുമായ പ്രവൃത്തി വചനത്തിൻ്റെ അവതാരവും പരിശുദ്ധ മറിയത്തിൻ്റെ സൃഷ്ടിയുമാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ആരംഭിക്കുന്നത് യേശുവിൻ്റെ വംശാവലി പ്രസ്താവിച്ചുകൊണ്ടാണ്. ആ വംശാവലി തന്നെ പരിശുദ്ധ അമ്മയുടെ പ്രാധാന്യം വിളിച്ചോതുന്നു. അതുവരെ തുടർന്നു വച്ച സമവാക്യം തെറ്റിച്ച് സുവിശേഷകൻ മറിയത്തിൽ നിന്ന് യേശു ജനിച്ചു എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. ചെറിയ സൂചനകളിൽ പോലും മറിയത്തിൻ്റെ പ്രാധാന്യം സുവിശേഷകന്മാർ വരച്ചു കാട്ടുന്നുണ്ട്. കാനായിലെ കല്യാണ വിരുന്നിൽ നാണക്കേടിൻ്റെ പടുകുഴിയിലേക്ക് വീണുപോയേക്കാവുന്ന ഒരു കുടുംബത്തിൻ്റെ ദൈന്യത അവതരിപ്പിക്കുന്നതിന് മുൻപ് യോഹന്നാൻ സുവിശേഷകൻ ചേർത്ത് വയ്ക്കുന്ന വാചകം ഇതാണ്: യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. പ്രശ്നം അവതരിപ്പിക്കുന്നതിന് മുമ്പേ സുവിശേഷകൻ ഇവിടെ പരിഹാരം നിർദ്ദേശിച്ചു കഴിഞ്ഞു. കുരിശിലേറ്റപ്പെട്ട ക്രിസ്തുവിനെ അവതരിപ്പിക്കുമ്പോഴും സുവിശേഷകൻ പറയുന്നുണ്ട്, അവൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ചങ്ങാതിമാരെല്ലാം ഓടി ഒളിച്ചപ്പോഴും അവൻ്റെ ചാരത്ത് തന്നെ അമ്മയുണ്ടായിരുന്നു. കുരിശിൽ വെച്ചുള്ള ഈശോയുടെ 7 വാക്യങ്ങളിൽ മൂന്നാമത്തേതായി സുവിശേഷത്തിൽ നാം വായിക്കുന്നു, യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. യോഹന്നാനോട് യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന പാരമ്പര്യങ്ങളിൽ ചിലത് പഠിപ്പിക്കുമ്പോൾ മറ്റു ചിലത് ഇതിനൊരു ഭാവിമാനം നൽകുന്നു. യോഹന്നാന് ശേഷം ജനിക്കുന്ന ഏതൊരാളും യേശു സ്നേഹിക്കുന്ന ശിഷ്യനാണ്.
അപ്പോൾ യോഹന്നാന് മാത്രമായി നൽകപ്പെട്ടതല്ല മറിയം, അവളെ തമ്പുരാൻ നമുക്കെല്ലാവർക്കും അമ്മയായി നൽകിയിരിക്കുന്നു. യോഹന്നാൻ കുരിശോട് ചേർന്ന് നിന്നപ്പോഴാണ് അമ്മയെ നൽകപ്പെട്ടത്. കുരിശ് രക്ഷകനായ ക്രിസ്തുവിൻ്റെ പ്രതീകമാണ്. കുരിശിനോട് ചേർന്ന് നിൽക്കുക എന്നാൽ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുക എന്നാണ് അർത്ഥം. തൻ്റെ മുന്നിലെത്തിയ ഓരോ വ്യക്തിയുടെയും നിസ്സഹായതയിലും കണ്ണുനീരിലുമെല്ലാം ക്രിസ്തു തൻ്റെ അമ്മയെ കണ്ടു കാണണം. നായിനിലെ വിധവയുടെ ഏകമകൻ നഷ്ടപ്പെട്ടപ്പോൾ നസ്രത്തിലെ മറിയത്തിന് ഏകമകൻ നഷ്ടപ്പെടുവാൻ പോകുന്ന രംഗമായിരിക്കാം അവൻ്റെ മനസ്സിൽ ഓടിയെത്തിയത്. വിധവയുടെ കൊച്ചു കാണിക്കയെ മറിയത്തിൻ്റെ ചെറു സമ്പാദ്യമായി അവൻ കണ്ടിരിക്കണം. പരിശുദ്ധയമ്മ ക്രിസ്തുവിന് അത്രത്തോളം പ്രിയങ്കരിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് യേശുവിലേക്ക് എത്താനുള്ള എളുപ്പവഴി പരിശുദ്ധ അമ്മ തന്നെയാണ്. യോഹന്നാൻ മറിയത്തെ ഹൃദയത്തിൽ സ്വന്തം അമ്മയായി സ്വീകരിച്ചു. യോഹന്നാൻ മറിയത്തെ സ്വഭവനത്തിൽ സ്വീകരിച്ചതുപോലെ പരിശുദ്ധ അമ്മയെ നമ്മുടെ ഭവനങ്ങളിൽ സ്വീകരിക്കാം. പരിശുദ്ധ അമ്മയുടെ ജന്മപ്പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജനനം ഏറ്റവും അർത്ഥമുള്ളതാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ലോകത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയും ഒരു പ്രത്യേകമായ സന്ദേശത്തോടുകൂടി കടന്നു വരുമ്പോൾ പരിശുദ്ധ അമ്മ രക്ഷകനെ ലോകത്ത് നൽകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടതുപോലെ നാം ഓരോരുത്തരും ദൈവത്തെ നമ്മിലൂടെ ലോകത്തിന് നൽകുവാൻ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥത കോട്ടയായിരിക്കട്ടെ. അമ്മയുടെ ജന്മപ്പെരുന്നാളിൻ്റെ എല്ലാ നന്മകളും ഭാവുകങ്ങളും ഏവർക്കും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.